അനാവശ്യ രോമങ്ങൾ ഇല്ലാതാക്കാൻ ഇതുപോലൊന്നും ചെയ്യല്ലേ. ഈ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കൂ. ഇത് കണ്ടോ, തുടക്കത്തിൽ തന്നെ ലൈവ് ചേഞ്ചസ് ഞാൻ കാണിക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്നുള്ളത് പറയാം, നമുക്കതിലേക്ക് പോകാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള രോമവളർച്ച. രോമവളർച്ച വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രീതിയിലും രോമം ഇനി വരുത്ത പോലും ഇല്ല. നിങ്ങളുടെ രോമവളർച്ച ഇല്ലാതാക്കാൻ ഇതിലും വലിയ മാർഗം സ്വപ്നത്തിൽ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് എവിടെയാണ് രോമം ഉള്ളത് അവിടെ നിങ്ങൾ ഇത് ചെയ്തു നോക്ക്. നിങ്ങളുടെ രോമം പിഴുതു പോകുന്നത് നിങ്ങൾക്ക് കാണാം, അതും വെറും 5 മിനിറ്റിൽ തന്നെ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് രോമവളർച്ച പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രീതിയിലും പോയെടുത്തുനിന്ന് രോമം കിളിച്ചു വരിക പോലും ചെയ്യില്ല. ഇന്ന് പല രീതിയിലും പല മാർഗങ്ങളുണ്ട് രോമങ്ങൾ ഇല്ലാതാക്കാൻ. ഫേസിൽ നിന്നാണെങ്കിലും ബോഡിയുടെ പല ഭാഗത്തു നിന്നാണെങ്കിലും അതിൻ്റെയൊക്കെ പുറകിന് പോയിട്ട് നമ്മുടെ സ്കിൻ എന്തിനു നശിപ്പിക്കണം? നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യം ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ ഫേസ് സ്കിൻ ആണെങ്കിലും ഫുൾ ബോഡിയിലുണ്ടാകുന്ന രോമമാണെങ്കിലും ഒക്കെ പിഴുതു മാറ്റി മുഖത്തിന് തിളക്കം വെക്കാൻ, ആ ഒരു രോമം പോയെടുത്ത് നല്ല തിളക്കത്തോടു കൂടി ചർമ്മം നിർത്താനും കൂടി സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ്. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പിഴുതു പോയെടുത്ത് നിന്ന് രോമം വരിക പോലും ചെയ്യില്ല. എന്താണ് സംഭവം എന്നുള്ളതും ആ തയ്യാറാക്കിയിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണിക്കാം. അതിലേക്ക് പോകാം. ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖത്തെയും ശരീരഭാഗത്തും ഉണ്ടാകുന്ന രോമം. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്ത് രോമം ഉണ്ടാകുന്നത്. ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും തൈറോയ്ഡ് പ്രശ്നം കൊണ്ടും നമ്മുടെ ജീവിത ശൈലി കൊണ്ടുമൊക്കെ നമ്മുടെ ശരീരത്തൊക്കെ രോമവളർച്ച ഉണ്ടാവാറുണ്ട്. രോമവളർച്ച പിഴുതു മാറ്റി ഇനി ഒരിക്കലും ആ ഒരു ഭാഗത്ത്, അതായത് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കിടിലനൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം ഈ പറഞ്ഞ കാര്യം. റിസൾട്ട് 100% ആണ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ: കടലമാവിൻ്റെ പൊടി വേണം. കടലമാവിൻ്റെ പൊടി വളരെയധികം റിസൾട്ട് നൽകുന്നതാണ്. രോമവളർച്ചയൊക്കെ ഇല്ലാതാക്കാനും സ്കിൻ നല്ലപോലെ ക്ലീൻ ആക്കാനും നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ് കടലമാവിൻ്റെ പൊടിയിൽ നിന്ന്. 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത്. ഈ പറയുന്ന പാക്ക് ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല. ഞാനൊരു 3-4 പ്രാവശ്യം ചെയ്തപ്പോഴാണ് രോമം പിഴുതു പോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല, കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അതുകൊണ്ട് 2-3 പ്രാവശ്യം നിങ്ങൾ ആ ഒരു ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി, അതല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി. വീട്ടിൽ തന്നെ പൊടിച്ചതാണ് എടുക്കുന്നത് നല്ലത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം പൊടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കസ്തൂരി മഞ്ഞൾ പൗഡർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ കണ്ടിട്ട് ചോദിക്കും, എന്താ അങ്ങനെ ഇരിക്കുന്നത്, കസ്തൂരി മഞ്ഞൾ പൗഡർ ലൈറ്റ് കളർ അല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ വഴിയാണ് മേടിച്ചത്. എനിക്ക് മേടിച്ച സമയത്ത് ഈ ഒരു കളറിലാണ് കിട്ടിയത്. ഞാൻ പലയിടത്തും അന്വേഷിച്ചപ്പോഴും ആൾക്കാർ മേടിച്ച സമയത്തും അവർക്ക് ഈ ഒരു കളറിലാണ് കിട്ടിയത്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ കസ്തൂരി മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കുകയാണ്. മഞ്ഞൾ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുക്കാം നമുക്ക്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കസ്തൂരി മഞ്ഞൾ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത്. ലെമൺ ജ്യൂസ് നമ്മുടെ രോമവളർച്ചയൊക്കെ കുറയ്ക്കാനും ഒരു ബ്ലീച്ച് എഫക്റ്റ് ഒക്കെ നൽകാനും ഒക്കെ സഹായിക്കും. കൂടാതെ രോമം എന്തെങ്കിലും രോമമൊക്കെ ഉണ്ടെങ്കിൽ ഫേസിൻ്റെ ആ ഒരു രോമം റൂട്ടിൽ നിന്ന് തന്നെ പിഴുതു മാറ്റാനും ഒക്കെ സഹായിക്കും. 1/2 ടേബിൾ സ്പൂണാണ് ലെമൺ ജ്യൂസ് നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇനി ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത തൈര്. അത് ചേർക്കേണ്ട അളവ് നോക്കണം. 1/2 ടേബിൾ സ്പൂൺ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ആണ്, കൂടുതൽ വേണ്ട. 1/2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് നമ്മൾ ചേർത്തത്. അതിനുശേഷം ഇനി ഇതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത്. ഹണിയുടെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് ഹണി ചേർക്കേണ്ടത്. ഹണി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുകയാണ്. ഹണി നമ്മുടെ രോമം പിഴുതു മാറ്റാനും രോമത്തിന്റെ വളർച്ചയെ തടഞ്ഞു നിർത്താനുമൊക്കെ ഹണിയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഹണി അങ്ങനെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കാം. കണ്ട, മിക്സ് ആക്കിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ തൈരിൻ്റെ അളവ് ശ്രദ്ധിക്കണം, കൂടുതലാവാൻ പാടില്ല. ഓക്കെ, ഞാൻ രോമമുള്ള ഭാഗത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് എന്തായാലും ഇട്ട് ഞാൻ കാണിക്കാം. രോമം കുറച്ചൊക്കെ എനിക്ക് പോയിട്ടുണ്ട്, നിങ്ങളെ ലൈവ് ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഹെയർ റിമൂവിങ് ക്രീം. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കിട്ടില്ല, ഞാൻ 2-3 പ്രാവശ്യം കൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. എന്താകും റിസൾട്ട് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഭയങ്കരമായ ഡ്രൈ ആവരുത്, അതായത് ഭയങ്കരമായ ഡ്രൈ ആവണം എന്നില്ല. നമുക്കത് തുടച്ച് മാറ്റുന്ന ഒരു പരുവമുണ്ട്, ആ ഒരു പരുവത്തിലായിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നേരമായിട്ടുണ്ട്, നമുക്കിനി ഇത് തുടയ്ക്കാം. ഇതുകൊണ്ട് രോമം പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, 2ാമത്തെ പ്രാവശ്യം ആകുമ്പോഴാണ് നല്ല പോലെ പോകുന്നത്. കുറച്ചുകൂടെ പോകാനുണ്ട്. ഇതുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. കണ്ടോ, ഇതാ ടിഷ്യൂ പേപ്പറിൽ പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ലൈവായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, കുറച്ചുകൂടെ പോകാനായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ഈ ഒരു ഭാഗത്ത് തന്നെ പരീക്ഷിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് എനിക്കൊരു ചേഞ്ചസ് നിങ്ങളെ കാണിക്കാൻ സാധിച്ചത്. ഞാനിപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് പോകും. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പോകുമെന്ന് വിചാരിച്ച് ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ 4-5 ദിവസം ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു 6-7 ദിവസം ചെയ്യുമ്പോൾ തന്നെ മാറ്റം കിട്ടും. 100% ആണ് റിസൾട്ട്. നിങ്ങൾ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. പിന്നെ സ്കിൻ നല്ല പോലെ ഗ്ലോയും ആകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, കിടുവാണ് സംഭവം. എന്തായാലും ട്രൈ ചെയ്യണേ. കണ്ടല്ലോ സംഭവം എന്താണെന്നും ഒക്കെ ഉള്ളത്, ലൈവ് ചേഞ്ചസും കണ്ടല്ലോ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ചെയ്തിട്ട് എന്തായാലും എന്നോട് വന്ന് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.